ഭാരതീയനായ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ളയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു തീർത്ഥയാത്ര പോകാം. യേശുവിനെ പ്രതി രക്തസാക്ഷിയായ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ വിശുദ്ധ തോമാശ്ലീഹായുടെയും ഭാരതമണ്ണിൽ വിശ്വാസം ജ്വലിപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ ചാവറയച്ചൻ്റെയും വിശുദ്ധ എവുപ്രാസിയമ്മയുടെയും പാതയിൽ ഭാരതത്തിലെ പ്രഥമ അൽമായ രക്തസാക്ഷി വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ദേവാലയം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ത്യൻ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഇത് അറിയപ്പെടുന്നു. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ദേവാലയത്തിന് പ്രത്യേകമായ ആത്മീയ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരത്തു നിന്നും 45 മുതൽ 50 കിലോമീറ്റർ അകലെയാണ് ഈ ദേവാലയം. സെൻറ്റ് ദേവസഹായംസ് റോമൻ കാത്തലിക് ചർച്ച്, നട്ടാലം. പള്ളിയോടടുത്ത് വിശുദ്ധൻ്റെ സ്മരണയ്ക്കായി ശാന്തവും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം പടർത്തുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡപവും സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയുടെ അടുത്തു തന്നെയായി വിശുദ്ധ ദേവസഹായം പിള്ളയുടെ മെമ്മോറിയൽ ഹൗസ് സ്ഥിതി ചെയ്യുന്നു. വിസിറ്റിംഗ് ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ദേവസഹായം പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഇടത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഈ മെമ്മോറിയൽ ഹൗസിൻ്റെ ഇടതുഭാഗത്തുകൂടി സഞ്ചരിച്ച് മ്യൂസിയം കണ്ട് വലതുഭാഗത്തുകൂടി പുറത്തേക്ക് വരാൻ സാധിക്കും. ഈ മെമ്മോറിയൽ ഹൗസിൻ്റെ ചുവരുകളിൽ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചുവർ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദേവസഹായം പിള്ള അല്ലെങ്കിൽ നീലകണ്ഠപിള്ള 1712 ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നട്ടാലം എന്ന സ്ഥലത്താണ് ദേവസഹായം പിള്ള ജനിച്ചത്. അന്നത്തെ പേരുകേട്ട ഒരു നായർ തറവാടാണ് മരുതകുളങ്ങര. ഇന്നും ആ തറവാടിൻ്റെ ശാഖകൾ അങ്ങ് കന്യാകുമാരി മുതൽ കായംകുളം വരെ വ്യാപിച്ചു കിടക്കുന്നു. അക്കാലത്തെ നാട്ടുരാജാവായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായിട്ടാണ് നീലകണ്ഠൻ ജനിച്ചത്. ദേവസഹായം പിള്ളയുടെ ആദ്യത്തെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പൽ സമൃദ്ധി നിറഞ്ഞത് ആയതുകൊണ്ടും എല്ലാവിധ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ സാധിച്ചു. കളരിപ്പയറ്റിലും യുദ്ധമുറകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് അദ്ദേഹം വളർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാസുദേവൻ നമ്പൂതിരി ആ നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നാട്ടുരാജാവാണ്. അതുപോലെ തന്നെ ആ നാട്ടിലെ ഏത് പ്രശ്നത്തിലും ഇടപെടും. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് സ്ഥലങ്ങളും കൃഷികളും ഉണ്ടായിരുന്നു. അവിടെ പണിയുന്നവർക്കൊക്കെ കൂലിയിൽ കവിഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. നീലകണ്ഠൻ അങ്ങനെ വളർന്നു വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വിവാഹപ്രായം ആയപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകി. മേക്കാട് ഫാമിലിയിൽ നിന്നും ഭാർഗവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന് വധുവായി കണ്ടെത്തുകയും വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു. അങ്ങനെ നീലകണ്ഠൻ സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണവും കഴിവുകളും മനസ്സിലാക്കി അന്നത്തെ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിനെ തൻ്റെ കൊട്ടാരത്തിലെ കാര്യസ്ഥനായിട്ട്, അതായത് തിരുവിതാംകൂറിലെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് നിയമിക്കുകയുണ്ടായി. അതിനു പുറമെ ഒരു വിഭാഗം സൈന്യത്തിൻ്റെ അധിപനായിട്ട് കൂടി അദ്ദേഹത്തെ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം നാടിനും വീടിനും പ്രിയപ്പെട്ടവനായി അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചു പോന്നു.
1741 ഡച്ച് സൈന്യവും തിരുവിതാംകൂർ സൈന്യവും തമ്മിൽ കൊളച്ചിൽ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധമുണ്ടായി. അങ്ങനെ ആ യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ സൈന്യത്തിന് വിജയം ലഭിച്ചു. തിരുവിതാംകൂറിലെ നായർ പട്ടാളവും അതുപോലെ തന്നെ കൊളച്ചിൽ തീരത്തെ മുക്കുവരും ഒക്കെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം സാധ്യമായത്. അങ്ങനെ ആ യുദ്ധത്തിൽ അനേകം പേർ തടവുകാരായി പിടിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഡച്ച് ക്യാപ്റ്റൻ ബെനഡിക്റ്റസ് ഡെലനോയ് എന്നു പറയുന്ന മനുഷ്യൻ. അങ്ങനെ ഡെലനോയ് പിടിക്കപ്പെട്ടു, തടവറയിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷനറി ആയിരുന്നു. ബെൽജിയത്തിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വരേണ്ടതായി വന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും തടവുകാരോടും മറ്റ് ഉദ്യോഗസ്ഥരോടുമുള്ള പെരുമാറ്റമൊക്കെ കണ്ട് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം ഉദിച്ചു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? അങ്ങനെ തൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡെലനോയിയെ ഏൽപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ശത്രു സൈന്യത്തിൻ്റെ അധിപനെ സ്വന്തം സൈന്യത്തിൻ്റെ അധിപനായി വലിയ കപ്പിത്താൻ പദവി നൽകി നിയമിച്ചു. അങ്ങനെ ഡെലനോയ് തോക്ക് ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിച്ച് സൈന്യത്തെ ശക്തിപ്പെടുത്തി. പിന്നീട് നീലകണ്ഠപിള്ളയും ഡെലനോയും തമ്മിൽ സൗഹൃദം രൂപപ്പെട്ട് അത് വലിയൊരു ചങ്ങാത്തത്തിലേക്ക് നീങ്ങി. ഡിലനായുമായുള്ള നിരന്തര സമ്പർക്കം നീലകണ്ഠപിള്ളയെ തികഞ്ഞ യേശുവിശ്വാസിയാക്കി മാറ്റി. 1746 വടക്കൻകുളം ഇടവക വികാരി ഫാദർ ബുഡ്ഡാരി എസ്.ജെയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ദൈവസഹായം ലാസർ എന്ന പേര് സ്വീകരിച്ചു. താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാർഗവിയമ്മയും മാമോദീസ സ്വീകരിച്ചു. പിന്നീട് നീലകണ്ഠപിള്ള നേരിടേണ്ടി വന്ന പീഡനങ്ങൾ വിവരിക്കാൻ കഴിയാത്തതാണ്. കൊട്ടാരത്തിലെ ഉന്നത ജോലി നഷ്ടപ്പെട്ടു, തടവറയിൽ ക്രൂരപീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം യേശുവിനെ ഉപേക്ഷിച്ചില്ല. കഴുത്തിൽ എരിക്കിൻ പൂമാലയിട്ട് പരിഹാസരാജാവായി പോത്തിൻ പുറത്തിരുത്തി തെരുവുകളിലൂടെ കൊണ്ടുനടന്നു. ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിച്ച് ചോര ഒലിക്കുന്ന മുറിവുകളിൽ മുള കരച്ചു തേച്ച് പാറ പുറത്തിരുത്തി. മരത്തിൽ മൃഗത്തെപ്പോലെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മാസങ്ങളോളം പട്ടിണിക്കിട്ടു. കക്കാച്ചൂളയിൽ നീറ്റി. ഉറുമ്പിൻ കൂട്ടിലും പാമ്പിൻ കൂട്ടിലും ദിവസങ്ങളോളം അടച്ചിട്ടു. എന്നിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല. തൻ്റെ അടുത്തു വരുന്നവരോട് സധൈര്യം സുവിശേഷം പ്രസംഗിച്ചു. ഒരിക്കൽ ബന്ധനസ്ഥനാക്കിക്കൊണ്ടുപോയപ്പോൾ ദാഹം കൊണ്ട് വലഞ്ഞ ദൈവസഹായം പിള്ള തന്നെ വെയിലത്ത് കിടത്തിയിരുന്ന പാറയിൽ കൈമുട്ടുകൊണ്ട് ഇടിച്ചു. പെട്ടെന്ന് പാറ പിളർന്ന് ജലം പ്രവഹിച്ചു. അദ്ദേഹം ദാഹം അകറ്റി. ഇത് പുലിയൂർ കുരിശിക്കടുത്ത് മുട്ടിടിച്ചാൻ പാറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ സ്ഥലം. ആ അത്ഭുത നീരുറവ ഇന്നും അനേകർക്ക് സൗഖ്യം നൽകുന്നു. യേശു വഴി അദ്ദേഹം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 1752 രാജകൽപ്പന പ്രകാരം മകരമാസം 14-ാം തീയതി വെള്ളിയാഴ്ച രാത്രി അരുൾവായ്മൊഴിയിലെ കാറ്റാടിമലയിൽ വെച്ച് 5 വെടികളേറ്റ് പഞ്ചമുറിവുകളോടെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. അപ്പോൾ അവിടം പ്രകാശം കൊണ്ടു നിറഞ്ഞു. പടയാളികൾ ഭയപ്പെട്ടോടി. വലിയ പാറ പൊട്ടി മണിയടി ശബ്ദത്തോടെ വീണു. ഈ സ്ഥലം മണിയടിച്ചാൻ പാറ എന്നറിയപ്പെടുന്നു. ആ പാറയിൽ മുട്ടിയാൽ ഇപ്പോഴും മണിയടി ശബ്ദം കേൾക്കാം. യേശുവിനെ പോലെ പീഡകൾ സഹിച്ച ഈ രക്തസാക്ഷിയുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ആയിരങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും മാനസാന്തരപ്പെട്ട് യേശു സാക്ഷികളാവുകയും ചെയ്യുന്നു. ഈ മെമ്മോറിയൽ ഹൗസിൽ ദേവസഹായം പിള്ളയും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ശേഖരിച്ച വിവിധ തരം സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
മ്യൂസിയത്തിന് പുറത്തേക്കിറങ്ങിയാൽ ദേവസഹായം പിള്ള ഉപയോഗിച്ചിരുന്ന കിണർ കാണാം. ഈ കിണറ്റിലെ തീർത്ഥജലം ഉപയോഗിക്കുന്നവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മുട്ടിടിച്ചാൻ പാറയിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്ന അരപ്പള്ളി എന്നും റോയൽ ചർച്ച് എന്നും അറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് മറ്റൊരു ആകർഷണമാണ്. ക്രൈസ്തവ വിശ്വാസപ്രകാരം ഈ പള്ളി സ്ഥാപിച്ചത് വിശുദ്ധ തോമാശ്ലീഹായാണെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമാശ്ലീഹ ക്രിസ്തുവർഷം 52 ഇന്ത്യയിലെത്തി സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നായി ഈ ദേവാലയം കണക്കാക്കപ്പെടുന്നു. ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം ഇവിടെ കാണാം. പുരാതന ശില്പകലയും പഴയ കൽനിർമ്മാണ ശൈലിയും ഇന്നും നിലനിൽക്കുന്നു. അതോടൊപ്പം വിശുദ്ധ തോമാശ്ലീഹ സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിയെടുത്തു എന്നു വിശ്വസിക്കപ്പെടുന്ന കുരിശും ഇവിടെ കാണാം. ശേഷം പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ 2000 വർഷം പഴക്കമുള്ള കിണറും കാണാം. മുട്ടിടിച്ചാൻ പാറ എന്ന സ്ഥലം സെന്റ് ദേവസഹായം പിള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചരിത്ര ആത്മീയ കേന്ദ്രമായി അറിയപ്പെടുന്നു. ഇത് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുട്ട് ഇടിച്ച പാറ എന്നതിൽ നിന്നാണ് ഈ പേര് വന്നതെന്ന് വിശ്വസിക്കുന്നു. ജനവിശ്വാസപ്രകാരം ദേവസഹായം പിള്ളയെ പീഡിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മുട്ട് പാറയിൽ ഇടിച്ചു. അപ്പോൾ പാറ പൊട്ടി അതിൽ നിന്ന് വെള്ളം പുറത്തു വന്നുവെന്നാണ് വിശ്വാസം. പാറയിൽ നിന്നും പുറത്തു വരുന്ന വെള്ളത്തിന് രോഗശാന്തി ശക്തിയുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ദേവസഹായം പിള്ളയുടെ സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഓർമ്മയായി ഈ സ്ഥലം കണക്കാക്കപ്പെടുന്നു. പാറയിൽ നിന്നുള്ള ജലസ്രോതസ്സ് കാണാൻ വരുന്ന തീർത്ഥാടകർക്കു വേണ്ടി വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ കാണിക്കുന്ന ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സെന്റ് ദേവസഹായം മൗണ്ട് കാറ്റാടിമല തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ അരൽവാമൊഴി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേക്ക് സമീപമുള്ള മലമ്പ്രദേശമാണ്. ഈ സ്ഥലം വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച സ്ഥലമാണ്.
ഇന്ന് ഇവിടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രവും പള്ളിയും സ്ഥാപിച്ചിരിക്കുന്നു. രക്തസാക്ഷി ദേവസഹായം പിള്ള അനുഭവിച്ച വേദനകൾ ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചു എന്ന കുറ്റം ആരോപിച്ചു. ഏകനായി തടവറയിൽ അടച്ചു. എരിക്കിൻ പൂമാലയിട്ട് എരുമ പുറത്ത് കയറ്റി പരിഹസിച്ച് കൊണ്ടുപോയി. ഉള്ളം കാലിൽ ചാട്ടവാറുകൊണ്ട് 30 അടി അടിച്ചു. 8 താലൂക്ക് അധികാരികളുടെ മുമ്പിൽ വിചാരണ നടത്തി. വെയിലത്ത് കരിങ്കൽ തൂണിൽ കെട്ടി നിർത്തി. എരുമ പുറത്തുനിന്നു വീണപ്പോൾ വഴിയിലൂടെ എരുമ വലിച്ചു കൊണ്ടുപോയി. മുളക് തിളപ്പിച്ച ആവിയിൽ ശ്വാസം പിടിക്കാൻ നിർത്തി. മരപ്പെട്ടിക്കുള്ളിൽ ഉറുമ്പിനെയിട്ട് കടിക്കുന്നതിനായി അടച്ചുവെച്ചു. പാമ്പ്, തേൾ മുതലായ വിഷജന്തുക്കളെ ഇട്ട മുറിയിൽ വാ മൂടിക്കെട്ടി നിർത്തി. തിളച്ചു പൊങ്ങുന്ന ചുണ്ടാമ്പു ചൂളയിൽ നിർത്തി. ദുർഗന്ധം വമിക്കുന്ന കുരങ്ങിൻ കൂട്ടിൽ അടച്ചു. കൈകാലുകൾ തടിയിൽ കെട്ടി തൂക്കിക്കൊണ്ടുപോയി. തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നു. ഈ പാറയാണ് അദ്ദേഹം അവസാനമായി ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. അതിൻ്റെ അടയാളം നമുക്ക് ഈ പാറയിൽ കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകളുടെ അടയാളം ഈ പാറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്നും ഇവിടെ എത്തുന്ന ധാരാളം വിശ്വാസികൾ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. ഈശോയെ, എന്നെ കൈവിടല്ലേ. ഈശോയെ, എന്നെ മുഴുവനായും നിനക്ക് ഏൽപ്പിക്കുന്നു. അമ്മ മറിയമേ, എന്നെ സഹായിക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പ്രാർത്ഥന. ഇവിടെയാണ് 1752 ആണ്ട് ജനുവരി 14 ദേവസഹായം പിള്ളയുടെ നേരെ ഭടന്മാർ വെടിയുതിർത്ത് കൊല്ലുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അപകടം വരാതിരിക്കാൻ ഇന്ന് ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ തീർത്തിരിക്കുന്നു. വെടിയേറ്റ ദേവസഹായം പിള്ള ഈ പാറയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. ശേഷം അവിടെ വെച്ച് ഭടന്മാർ അദ്ദേഹത്തിനു നേരെ വീണ്ടും വെടിയുതിർക്കുകയും അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. ടിയർ റോക്ക് അഥവാ കണ്ണുനീരിൻ്റെ പാറ. ദേവസഹായം പിള്ള പ്രാർത്ഥിച്ചു. ഞാൻ ഈ കൊടുങ്കാട്ടിൽ മരിച്ചു വീഴുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ആരും എനിക്ക് വേണ്ടി കരയാൻ ഇല്ലല്ലോ. അപ്പോൾ പാറ പൊട്ടി ഇവിടെ നിന്നും കണ്ണുനീർ പോലെ വെള്ളത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. ഈ പാറയിലെ വെള്ളം തൊട്ട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഒരുപാട് പേരുടെ കണ്ണിന് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. മണിയടിച്ചാൻ പാറ. ദേവസഹായം പിള്ള മരിച്ചപ്പോൾ വലിയ മണിയടി ശബ്ദത്തോടെ പൊട്ടിവീണ പാറയാണിത്. ദേവസഹായം പിള്ളയെ സൂക്ഷിച്ചിരുന്ന തടവറയായിരുന്നു ഇത്. ഈ തടവറ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കത്തീഡ്രൽ ദേവാലയത്തിലാണ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ തിരുശരീരം അടക്കിയിരിക്കുന്നത്.